ചോരയുടെയും വേർപ്പിന്റെയും മണമുള്ള മടകൾ പൊക്കി കെട്ടി. ആ മടക്കൊരു വിള്ളൽ വീണാൽ പൊട്ടുന്നത് കുടിയാന്റെ നെഞ്ച. ആ മട ഉറക്കണമെങ്കിൽ കുരുതി കൊടുത്തേ തീരൂ. നീ എന്റെ പൊന്നിനെ കണ്ട എനിക്ക് പിന്നെ ചേറും ചെളിയും ഒന്നുമില്ല. നീയപ്പന്റെ മെയില് കണ്ട അപ്പടി ചെളിയ. അപ്പനീ മേലൊന്ന് കഴുകട്ടെ കേട്ടാ. ഓ പിന്നെ ഇതേ എന്റെ അപ്പന്റെ മണോ. ഞാനൊരു കൂട്ടം കാണിച്ചേ. അപ്പനിത് കണ്ട നല്ല പസമണ്ണോണ്ട് അപ്പന്റെ പൊന്നുണ്ടാക്കിയ ഓണത്തപ്പനാ. ഈ ഓണത്തിന് വെക്കാനാ. ഈ ഓണം എന്നൊക്കെ പറയണത് തായ് നിറയെ നെല്ലും കൈ നിറയെ കായും പുട്ടൻ കുപ്പായൊക്കെ ഉള്ളവർക്കാ. അല്ലാണ്ട് കാലനയ്ക്ക് വേണ്ടി തമ്പ്രാന്റെ മുമ്പിൽ താഴെ നിൽക്കണം നമുക്കുള്ളതല്ല കേട്ടാ. നമ്മുടെ ആഘോഷം എന്ന് പറയണത് കൊയ്ത്ത, മകര കൊയ്ത്ത്. അതങ്ങ് തെക്കുന്നും വടക്കുന്നും പറയനും പുലയനും കൂട്ടം കൂട്ടമായി ഇങ്ങ് വരും. കുഞ്ഞളരി എന്തിനാ ഇനി
എന്റെ രസികാണി വരണത് നീ കണ്ടിട്ടില്ലല്ലോ. അപ്പ ഇത് ഞങ്ങളുടെ ആഘോഷ, ഞങ്ങളിത് കൊണ്ടാടും, ആടി തിമിർക്കും. പൊന്നിനപ്പനൊരു കഥ പറഞ്ഞു തരട്ടെ. ഈ മഴയുണ്ടായ കഥ. അന്ന് മലമുകളിൽ മഴ പെയ്ത പുഴയിലെ വെള്ളം പാടത്തിറങ്ങും. അന്ന് പാടത്തിനും പുഴയ്ക്കും കുളിരെ ഞാനും നിന്റെ അമ്മയും മഴ പൊക്കി കിട്ടി. നമ്മളീ കഷ്ടപ്പെട്ടുണ്ടാക്കാൻ പോണ നെല്ലൊക്കെ വെള്ളം കൊണ്ടോ? നിങ്ങളിതെല്ലാം കേക്കണണ്ട. കേക്കണ്ടടിയേ. എന്നാ ഇങ്ങടെ ഇറങ്ങ്. തെക്കേ കണ്ടത്തിൽ 100 മേനി വിളഞ്ഞു. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയണ്ട. ഇവിടെ എന്റെ ഈ കണ്ടത്തിലും 100 മേനി വിളയണം. പണ്ണു മീറ്റി മെഞ്ചി മീറ്റി നീർച്ചാല് വെട്ടി ഞരമ്പുകൾ തീർത്ത് വിള കൊയ്ത് തമ്പരാന്റെ പത്തായം നിറയ്ക്കുമ്പോ ഇവിടെ കുടിയാന്റെ കൂലയില് പട്ടിണിയാണ്. തമ്പരാൻ വരുമ്പോ വരമ്പത്ത് നിന്നൂടാ. തല കുനിച്ച് പാടത്തിറങ്ങി നിൽക്കണം. ഒരു വറ്റി കഞ്ഞിക്ക് പൊടി കുത്തി പിന്നാമ്പുറത്ത് മാറി നിൽക്കണം. അങ്ങ് തീണ്ടാപ്പാടകലെ. തമ്പ്രാനെ കാണുമ്പോ മാറി മറച്ച എങ്ങടെ കിടാത്തിയെടുത്ത് ചാട്ടുവാലിനെ അടി. മേൽമുണ്ട് മാറ്റടി. ഒന്നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല പെണ്ണിന്റെ മാനം. ഓരോരുത്തർ തമ്പ്രാട്ടിക്ക് മാറി മറയ്ക്കാമെങ്കിൽ നിങ്ങൾക്കുമാവാം. ഇത് ദേഹത്തോടുന്ന് ഇവന്റെ കൈവെട്ടി ഞാൻ പാടത്തറിയും. അതിപ്പോ ഇത് തമ്പ്രാന്റെ ആയാലും. ഭയം മൂലം മാറി കെട്ടിയ ഒരു സമൂഹത്തിന് അവൾ ശബ്ദമായി. വേലാളന്മാർക്ക് മുന്നിൽ നട്ടല്ല പൂഞ്ഞിപ്പോയാലും കൂട്ടത്തിന് മുന്നിൽ അവൾ നിവർന്നു നിന്നു. ചക്കയ്ക്കുണ്ടോ പാടും ചെങ്ങാലി പക്ഷി മഴലേലകൾ പാടുകയാ കാഞ്ഞിരിയുന്നവരെ പുതുതാമൊരു ലോകവിതാവരമായി ആരോ ഓരുന്നൻ കൂടെ.
നെഞ്ചത്തെ പന്തങ്ങൾ പൂക്കുന്നുണ്ട്. തന്നിന്നു താനാരോ തന്നിന്നാ ചെഞ്ചോരിൽ പാടുന്നുണ്ട്. തന്നിന്നു താനാരോ തകതന്നിന്നാരോ ഓർമ്മൻ കൂടെ ഞാനും നിന്നോടെ. ചക്കയ്ക്കുണ്ടോ പാടും ചങ്ങാലി പക്ഷി വിത്തും കൈക്കോട്ടും കണ്ടിയെത്താൻ വൈകുന്നേ. എടിയേ ചക്കയ്ക്കു ഇത് നേടി കണ്ട പാടും ചെളിയ ഓ പിന്നെ നിങ്ങൾ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. ഇവളെ ഈ ചേറിന്റെയും ചെളിയുടെ മണം അറിഞ്ഞു വളർന്നാ മതി. അവളീ പാടത്തിറങ്ങും. ഇത് അവള് കളിച്ചു വളരേണ്ട മണ്ണാ. അവള് വരുമ്പത്തൂടെ ഓടും. അതവളുടെ അവകാശ. അവള് പള്ളിക്കൂടത്തിൽ പോവും. എന്റെ സ്വപ്ന. കീഴാളന്മാർക്ക് വഴി നടക്കാൻ അനുവാദമില്ലാത്ത പൊതുനിരത്തിൽ പറയനെയും പൊലയനെയും അടിമകളാക്കി വെച്ചിരുന്ന അന്നത്തെ പ്രമാണത്വത്തിനെതിരെ മണികെട്ടിയ വില്ലുവണ്ടി കൊണ്ട് അയ്യങ്കാളി നടത്തിയ യാത്ര അത് ചെന്ന് അവസാനിച്ചത് കീഴാളരുടെ കൃഷിപ്പാടങ്ങളിലായിരുന്നു. നമ്മുടെ ദേശങ്ങളിൽ പലയിടങ്ങളിലായി നടന്ന സമരങ്ങൾ കീഴാളന്മാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. ആരും എഴുന്നേക്കണ്ട. ഏങ്ങടെ കുട്ടികൾക്ക് പഠിക്കാൻ പള്ളിക്കൂടെ ഇല്ലെങ്കിൽ തമ്പ്രാക്കന്മാരുടെ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളപ്പിക്കും. അവരുടെ സമരം അടിച്ചമർത്താൻ മേലാളന്മാർ പണവും അധികാരവും ഉപയോഗിച്ചു. ദേശങ്ങളിൽ പലയിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ പാടങ്ങളിൽ കൂട്ടം കൂടുന്നതും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കൈക്കരുത്തും കൈബലം കൊണ്ടും അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമമൊക്കെ പരാജയപ്പെട്ടു. ഇതേ നീ തമ്പ്രാന്മാർക്കെതിരെ സമരം നയിക്കുമ്പോഴും കീഴാളന്മാർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും നീ മറന്നു പോകുന്ന ഒന്നുണ്ട്. നമ്മളായിട്ട് വിത്തിട്ട് വളമരഞ്ഞ് കൊയ്യാൻ കാത്തു നിൽക്കുന്ന നമ്മുടെ പാടും. ദോ കുറുമ്പ, താൻ കണ്ടോ? ഈ പ്രാവശ്യം നമ്മുടെ പാടത്തുനിന്ന് നമ്മൾ 100 മേനി നെല്ലും കൊയ്യും. കീഴാളന്മാരുടെ മക്കള് പള്ളിക്കൂടത്തിലും പോകും. നീ കുഞ്ഞിനെ കൊണ്ട് പെരക്കകത്തേക്ക് പോ. ആ മട ഉറക്കണമെങ്കിൽ ഉരുതി കൊടുത്തേ തീരും. നീ കുറുമ്പ, നമ്മുടെ കുഞ്ഞിനെ നോക്കിക്കൊള്ളോട്ടാ. അന്നത്തെക്കാൾ വലുതാണോടാ നിന്റെ കിടാത്തിയുടെ പ്രാണൻ. നോക്കടാ, നീ വിത്തിട്ട് വളമറിഞ്ഞ പാടം നശിക്കണമെന്ന് നിനക്ക് കാണണോ? തമ്പ്രാന്മാർക്ക് നേരെ മുഖമുയർത്തുകയോ ശബ്ദമുയർത്തുകയോ ചെയ്താൽ മടകൾക്ക് ഇനിയും വിള്ളൽ വീഴും. എന്തിനാ അമ്മ അവരെന്റെ അമ്മയെ കൊന്നത്? തമ്പ്രാന്മാർക്കെതിരെ മുഖമുയർത്തി നോക്കിയതിന്, അവർക്കെതിരെ ശബ്ദമുയർത്തിയതിന്, എങ്ങനെ കുട്ടികൾക്ക്
താൻ കണ്ടു കീറാളന്മാർ